ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3-ാം വാക്യത്തിൽ ആണ്. ശ്രദ്ധിക്കണേ, യേശു ഇന്നവേ പറയുന്നത് യേശു പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവ് യേശുവിനെ അസൈൻ ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ യേശു നമ്മളെ വിളിക്കുന്നത് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇരുത്താനാ നിങ്ങളെ വിളിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ഈ യേശുവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ, ആമേൻ, യേശു എങ്ങനെയാണ് അവന്റെ ആ കോഴ്സ് ഈ ഭൂമിയിലെ നടത്തിയതെന്ന് നോക്കിയാൽ, അവൻ എന്തൊക്കെ ചെയ്തതെന്ന് നോക്കിയാൽ, അവൻ എങ്ങനെയാണ് അവിടെ ഇരിക്കാൻ യോഗ്യത കിട്ടിയത് എന്ന് നോക്കിയാൽ, ആമേൻ, അത് മനസ്സിലായാൽ, അത് നമ്മുടെ ജീവിതത്തിൽ അതേപടി ഫോളോ ചെയ്യാൻ പറ്റിയാൽ, ഹല്ലേലൂയ, നമ്മൾ അവിടെ ഇരിക്കും. നമ്മൾ അവിടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോ ആ വാക്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആംഗിളിൽ എടുത്തിട്ടാണ് യേശു പറയുന്നത്, യു ഡോണ്ട് നീഡ് ടു വറി. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോവണ്ട. ഇത്രയും നിങ്ങളെ ജയിപ്പിച്ചിട്ട് അവിടെ ഞാൻ എത്തിക്കും. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സമയം നിങ്ങളെ ഇരുത്തും. നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം ഞാൻ റിസർവ് ചെയ്ത് റെഡിയാക്കിയിട്ടാ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. നമ്മൾ സ്ലോലി യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കണേ. ഈ ഒരു വചന സത്യങ്ങൾ, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ ആ പയ്യെ ആ ഇലിസ്ട്രേഷനിലോട്ട് നമ്മൾ പയ്യെ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അതിന്. ഹല്ലേലൂയ. അപ്പോ യേശു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന്, എങ്ങനെയാണ് അവന് ഈ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ പാകത്തിന് ആ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി അവൻ ഇവിടെ ചെയ്ത കാര്യം നോക്കിയാൽ നമുക്കും, ഹല്ലേലൂയ, കുറച്ചൊക്കെ അവനെ കുറച്ച് നമുക്ക് അവനെ മനസ്സിലാവും. പിതാവിന്റെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ അങ്ങനെ എക്സ്പെക്റ്റേഷൻ എന്തെന്ന് മനസ്സിലായാൽ, ഹല്ലേലൂയ, നമുക്ക് അത് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം നമ്മളും ഓരോ സ്ഥലത്ത് ജോലിക്ക് ചേരുമ്പോൾ നമ്മുടെ സീനിയേഴ്സിനെയൊക്കെ നോക്കിയല്ലേ പഠിക്കണേ. ഹല്ലേലൂയ. ആ സീനിയേഴ്സ് അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഒരു കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും, ഗൈഡൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ ഈ ലോകത്തിലെ സിസ്റ്റം പോലും പോകുന്നത്. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, ആ സ്വർഗത്തിലെ സിസ്റ്റവും ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് യേശുപ്പൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ-21. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഫണ്ടമെന്റലി ഈ വാക്യം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലോട് ശരിക്കും ആഴത്തിൽ പതിയണേ. ഇവിടെ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും യേശു ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ ആ വിളിച്ച സകല വ്യക്തി ജീവിതങ്ങൾക്കും ബാധകമാണ്.
ഇവിടെ യേശു പറയുന്നു, പിതാവ് എന്നെ അയച്ചു. ആമേൻ. അതേപോലെ തന്നെ ഞാനും നിങ്ങളെ അയക്കുക. ക്രിസ്ത്യൻ ലൈഫ് ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു നമ്മളെ കണ്ടത്, യേശുവിൽ പിതാവ് നമ്മളെ കണ്ടത്, യേശുവിനെ പരിചയപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടു, പിതാവ് ആകർഷിച്ചവൻ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്ത് വരും. അവന് യെസ് ആമേൻ ഹല്ലേലൂയ, യേശു ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്താനാ ദൈവത്തിന്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഒന്നാമത്തെ പടി എല്ലാ വ്യക്തി ജീവിതത്തിലും ആദ്യം അറിയേണ്ട ഈ ഒരു കാര്യം, യേശുവിനെ പിതാവ് അയച്ചതുപോലെ യേശു നമ്മളെ ഓരോരുത്തരെ അയക്കുവാണ്. എന്തോ പണിയുണ്ട്, നമുക്കെന്തോ ജോലിയുണ്ട്, നമുക്കെന്തോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോ